നിനക്ക് ഞാനില്ലേ? കിരൺ പറയുന്നത് നീ കേൾക്കണ്ട. നിന്റെ ജാന്റെ ഫസ്റ്റ് നൈറ്റ് നീ കിരണിനെ ഞാൻ പാക്ക് ചെയ്യും. കിരൺ ഇരുന്നിടത്തും ചാടി എഴുന്നേറ്റു. എന്നിട്ട് നീ എന്നെ എന്ത് ചെയ്യും? എടി കാവ്യേ, ഓടിവാടി. ഇവളുമാരെന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ പ്ലാൻ ചെയ്യുവാടി. ഓ, കിടന്ന് കാറാതെ കിരൺ, ഈ ബ്ലൗസിന്റെ ഒക്കിടാൻ പറ്റുന്നില്ല. ലൂക്കാ, ലൂക്കാ. കാവ്യ ട്രയൽ റൂമിനകത്ത് കിടന്ന് ലൂക്കയെ വിളിക്കാൻ തുടങ്ങി. അയ്യോ, അങ്ങനെ ലൂക്കയെ വിളിക്കാൻ പാടില്ല. പിന്നെന്തിനാ മുത്തേ ഞാനിവിടെ നിൽക്കുന്നത്? നിന്റെ കിരണേട്ടനില്ലേ നിനക്ക്? ഹുക്കഴിക്കാനും കിരണേട്ടൻ, ഹുക്കിടാനും കിരണേട്ടൻ. ഡോറ് തുറക്ക്, ഡോറ് തുറക്ക് കാവ്യ മോളെ. ഡോറിൽ കൈകൊട്ടിക്കൊണ്ടിന്ന് പാടി കിരൺ. ആ ചെല്ല് ചെല്ല്. എടി കാവ്യ, നിന്റെ കെട്ടിയൊന്നേ പുറത്തുണ്ട്, കഥക് തൊറ. നീല നാഗവലിയെ പോലെ പറയുമ്പോൾ കിരൺ പല്ലടിച്ചു. കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയുണ്ട് അല്ലേ നില? ഫണ്ണി കൈ. ലൂക്കയും കിരണിനെ തഴഞ്ഞപ്പോൾ കിരണിന് ബാധ ഇളകി. ഈ വറ്റകളെ ഞാനിന്ന് പെങ്ങളാണത്രേ, പെങ്ങൾ. കിരൺ കാൽ കിടന്ന ഷൂ വലിച്ചൂരി എറിയാൻ ഭാവിച്ചു. നിലയിൽ ലൂക്കയും രണ്ടു വഴിക്ക് ഓടി. നില വേഗം ഒരു ട്രയൽ റൂമിൽ കയറി വാതിലടച്ച ശേഷം ലോങ് സ്കേർട്ടിന്റെ കൂടെ ധരിച്ചിരുന്ന ക്രോപ്പ് ടോപ്പ് ഊരി മാറ്റി ബ്ലൗസ് ഇടാൻ തുടങ്ങി. പെട്ടെന്നാണ് റൂമിലൊരു മുട്ട് കേട്ടത്. ആ ലൂക്ക ഇപ്പൊ തുറക്കാം, ഈ ബ്ലൗസ് കറക്റ്റാണ് നോക്കട്ടെ. ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഡോറിൽ മുട്ടി നിൽക്കില്ലെന്ന് കണ്ടതും അവൾ പതിയെ വാതിൽ തുറന്ന് തലമാത്രം പുറത്തേക്കിട്ട നിമിഷം മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് ഡോറ് മുഴുവനായി മലക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സ്ത്രീക്ക് ഒരു കോള് വന്നു. 1 മിനിറ്റ് എന്ന് കൈകൊണ്ട് ആംഗ്യം കാട്ടി സ്ത്രീ മാറിയ നിമിഷം അല്പം മാറി ഗ്ലാസ് വാളിൽ വലത് കൈയുയർത്തി മടക്കി കുത്തി നെഞ്ചിൽ കൈപ്പിണച്ചിട്ടി ചാരി നിൽക്കുന്നവനെ കാണെ നിലയുടെ ശ്വാസം വിലങ്ങിപ്പോയി. സുഭാഷ്, ഉണ്ണിയേട്ടൻ. കയ്യിൽ പിടിച്ചിരിക്കുന്ന ടോപ്പ് കയ്യിലെടുത്ത് നെഞ്ചിന്റെ ഭാഗവും നഗ്നമായ വയറും മറച്ചു പിടിച്ചുകൊണ്ട് അന്തം വിട്ട് നിന്ന് പോയി